ഗാർഡിനെ കൊലപ്പെടുത്തി മധ്യപ്രദേശിലെ ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ 8 സിമി പ്രവർത്തകരും കൊല്ലപ്പെട്ടു. പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് ഏറ്റവും പുതിയ വിവരം. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, എന്താണ് സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ. അഞ്ജു, ഇന്ന് ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിന്നും പുലർച്ചയോടുകൂടി ജയിൽ ചാടിയ 8 പേരും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഈ 8 പേരും കൊല്ലപ്പെട്ടത്. ഇവർ ഈ മധ്യപ്രദേശിലെ തന്നെ ഒരു ഒളിസങ്കേതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്നത്. ഇതിനുശേഷം പോലീസ് ഇവരുടെ ക്യാമ്പ് വളയുകയും ഇതിനുശേഷം ഏറ്റുമുട്ടൽ ആരംഭിക്കുകയുമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിന് ശേഷമാണ് 8 ഭീകരരും കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിന്നും ഈ സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ 8 പ്രവർത്തകരും ജയിൽ ചാടിയത്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജയിൽ ഗാർഡിനെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയ ശേഷമായിരുന്നു ഇവർ രക്ഷപ്പെട്ടത്. ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് കയർ രൂപത്തിലാക്കിയാണ് 20 അടി ഉയരമുള്ള ജയിലിന്റെ ചുറ്റുമതിൽ ഇവർ ചാടിക്കടന്നിരുന്നത്. ദീപാവലി ആഘോഷത്തിന്റെയും മറ്റും മറവിലായിരുന്നു ഈ രക്ഷപ്പെടൽ ഇവർക്ക് എളുപ്പമാക്കുകയും ചെയ്തിരുന്നത്. തടവ് ചാടിയ 8 പേരും ജയിലിലെ ബി ബ്ലോക്കിൽ പാർപ്പിച്ചിരുന്നതുമാണ്. അതിനാൽ തന്നെ ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതും മറ്റും കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘം അന്വേഷണം പുരോഗമിച്ചത്. ഇതിൽ നിന്നും ചില സുപ്രധാന വിവരങ്ങൾ ഈ ചില ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും ലഭിച്ചു എന്നാണ് അറിയുന്നത്. നേരത്തെ തന്നെ മാസങ്ങൾ മുമ്പേ വളരെ പദ്ധതി തയ്യാറാക്കി ഇവർ ദീപാവലി ദിനം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് ഈ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് അറിയുന്നത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അല്പസമയങ്ങൾ മുമ്പ് മാധ്യമങ്ങൾ മുമ്പാകെ കണ്ടിരുന്നു. അപ്പോഴും വ്യക്തമാക്കിയിരുന്നത് ഈ ജയിലിനകത്തെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് ഉന്നതതല അന്വേഷണം പുരോഗമിക്കുന്നു എന്നായിരുന്നു. ഇതിൽ നിന്നും ലഭിച്ച സുപ്രധാന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ജയിൽ ചാടിയ 8 ഭീകരരെയും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത്. ഇതിനുശേഷം നടത്തിയ ഏറ്റുമുട്ടലിലാണ് 8 പ്രവർത്തകരെയും കൊലപ്പെടുത്തിയതായി ഇപ്പോൾ ഔദ്യോഗികമായി മധ്യപ്രദേശ് ആഭ്യന്തര മന്ത്രാലയം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അഞ്ജു, ശരി, വ്യക്തമാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിലെ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരായ 8 സിമി പ്രവർത്തകർ ജയിലിൽ ചാടിയതിനെ തുടർന്ന് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 8 പേരും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് മനു ശങ്കർ നൽകിയത്.